മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് ബഷീർ എന്ന ഭല്യ ഒന്ന്, അല്ലേ? നമ്മുടെ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലുള്ള പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. അപ്പോൾ ഇതെന്താണ് ബഷീർ എന്ന ഭല്യ ഒന്ന് എന്ന് പറയുന്നത്? എന്താണ്? കഥയാണോ, നോവലാണോ, കവിതയാണോ, ലേഖനമാണോ? എന്താണ്? ഇതൊരു കവിതയാണ്, അല്ലേ? അപ്പോൾ ആരെക്കുറിച്ചുള്ള കവിതയാണ്? തീർച്ചയായിട്ടും നമുക്കറിയാം, ബഷീർ, അല്ലെ? ബഷീറുമായി ബന്ധപ്പെടുന്നതാണ് എന്ത്? ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന് എന്ന് പറയുന്ന, അല്ലെ, ആ വലിയ കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ള ഒരാളാണ് ആര്? ബഷീർ, അല്ലെ? നമ്മൾ ഒന്നും ചേർന്നാൽ രണ്ടാണെന്ന് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു പുഴയും മറ്റൊരു പുഴയും ചേർന്നാൽ അത് ഇമ്മിണി വലിയൊരു പുഴയാവും എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് ആര്? ബഷീർ, അല്ലെ? അപ്പൊ ലളിതമായ തമാശകളിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത്ര ഭീകരമായിട്ടുള്ള തത്വചിന്ത, അല്ലെ, പൂർണ്ണമായിട്ടുള്ള, അല്ലെ, അത്രയും ജീവിതത്തിന്റെ ആഴങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ആര്? ബഷീർ, അല്ലെ? അപ്പൊ ബഷീറിനെ കണ്ടുമുട്ടിയ ഒരു സന്ദർഭത്തെക്കുറിച്ച് എന്ത് ചെയ്യാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന മലയാളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കവി എഴുതിയ ഒരു കവിതയാണ് നമ്മളുടെ പാഠഭാഗം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ വിഷ്ണുനാരായണ നമ്പൂതിരിയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട കൃതികളൊക്കെ എഴുതിയ ആളാണ് വിഷ്ണുനാരായണ നമ്പൂതിരി. അപ്പോൾ വിഷ്ണുനാരായണ നമ്പൂതിരി ആരെക്കുറിച്ച് എഴുതിയ കവിതയാണ്? ബഷീറിനെ കുറിച്ച് എഴുതിയ കവിതയാണ്. ഏത്? ബഷീർ എന്ന ഭല്യൊന്ന്. അപ്പോൾ NN കക്കാട് എന്ന് പറയുന്ന ഒരു കവിയുണ്ട് മലയാളത്തിലെ. എന്താണ്? സഫലമീ യാത്ര എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കവിതയൊക്കെ എഴുതിയിരിക്കുന്ന, അല്ലെ, ആളാണ്, അല്ലെ? ആർദ്രമീ ധനുമാസ രാവുകളിൽ ആതിര വരും പോകും അല്ലേ സഖി എന്നൊക്കെ പറയുന്ന കവിത എഴുതിയ ആളാണ് NN കക്കാട്. അപ്പോൾ ഈ NN കക്കാട് അദ്ദേഹത്തിന് തൊണ്ടയിൽ അർബുദം, ക്യാൻസർ വന്ന് അദ്ദേഹം ഒരുപാട് കാലം ബെഡ് റെസ്റ്റ് ഒക്കെ എടുത്ത് വീട്ടിലൊക്കെ റെസ്റ്റ് എടുക്കുന്ന ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വിഷ്ണുനാരായണ നമ്പൂതിരിയും ബഷീറും കൂടെ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് വിഷ്ണുനാരായണ നമ്പൂതിരി ആരെ? ബഷീറിനെ. അപ്പൊ ആ കണ്ടുമുട്ടിയ ഓർമ്മയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ കവിതയിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ബഷീറിന്റെ ഒരു ഓർമ്മ ചിത്രമാണ് വിഷ്ണുനാരായണ നമ്പൂതിരി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളിലും നയിക്കുന്നത് ഒരേ ചൈതന്യമാണെന്ന്, അല്ലെ? അതായത് ഹിന്ദു മുസൽമാനും അങ്ങനെ വർഗീകരണങ്ങളൊന്നുമില്ല, ജാതിമത ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത് എന്താണ്, അല്ലെ? ഒരു ചൈതന്യമാണ്, അല്ലെ? എന്താ പറയുക, നമ്മുടെ ജീവന്റെ ഒരു ചൈതന്യമാണ് എന്ന് പറയുന്ന, അല്ലെ, എന്ന വലിയൊരു ആശയം തരുന്ന ഒരു കൃതിയാണ് നമ്മളുടെ പാഠഭാഗം കേട്ടോ. തൻ്റെ കിടാവിനെ അനുഗ്രഹിക്കാൻ കവി ആവശ്യപ്പെടുമ്പോൾ നർമ്മബോധത്തോടെ തിളങ്ങുന്ന കണ്ണുകൊണ്ട് കുട്ടിയെ നോക്കി, അല്ലേ, മടിയിൽ ചേർക്കുന്നതിലൂടെ തൻ്റെ 2ാം ബാല്യം അനുഭവിക്കുകയാണ് ബഷീർ ഇവിടെ. അപ്പോൾ വിഷ്ണുനാരായണ നമ്പൂതിരി എന്ത് ചെയ്യുന്നു? ഇതെൻ്റെ കൊച്ചുമകളാണ്, അല്ലേ, ഈ ഉണ്ണി എന്ത് ചെയ്യണം, എന്ന് അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബഷീറിൻ്റെ കയ്യിൽ കൊടുക്കുന്നതും, അല്ലെ, ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെക്കുമ്പോൾ എന്താണ് 2ാം ബാല്യം ആഘോഷിക്കുകയാണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കവിതയിൽ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഹിന്ദുവും മുസൽമാനും ആചരിക്കുന്നത്, അല്ലെ, ഒരു ദ്വൈതമാണെന്നും ഉണ്മയിൽ ഉണ്മ ചേർന്ന, അല്ലെ, സത്യം ചേർന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കുറച്ചുകൂടെ വലുതാകുമെന്നും, അല്ലെ, ബഷീറിന്റെ ഇത്തരത്തിലുള്ള തനതു ഭാഷയെ, അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ കവിതയിൽ വിഷ്ണുനാരായണ നമ്പൂതിരി അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ NN കക്കാടിന്റെ വീട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യണേ അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. ടീച്ചർ ആ കവിത ഒന്ന് വേഗം വായിച്ചു തരാം മക്കൾക്ക്. അവശൻ കക്കാടിന്റെ ദീനശയ്യയിൽ അന്നാൾ അവിടുന്നിരിക്കെ ഞാൻ അർത്ഥിച്ചേൻ പേരക്കുട്ടി ഇവൾ ഈശ്വര സത്യജ്ഞാനി സൂഫിയാം താങ്കൾ ഇവളെ നെറുകയിൽ തൊട്ടനുഗ്രഹിച്ചാലും, അല്ലെ? അപ്പോൾ അവശനായി, അല്ലെ, രോഗാവസ്ഥയിൽ കിടക്കുന്ന കക്കാടിന്റെ ദീനശയ്യയിൽ, അല്ലെ, അദ്ദേഹം വയ്യാതെ കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ബഷീറിനെ കണ്ടുമുട്ടുന്നത്, അല്ലെ? എങ്ങനെയുള്ള ബഷീറാണ്? ഈശ്വര സത്യജ്ഞാനി സൂഫി ആയിട്ടുള്ള, അത്രയും പണ്ഡിതനായിട്ടുള്ള അങ്ങേ ഞാൻ കണ്ടുമുട്ടുകയാണ്, അല്ലെ? അപ്പോൾ ഞാൻ അർത്ഥിക്കുകയാണ്, ഞാൻ അപേക്ഷിക്കുകയാണ്. എന്താ അപേക്ഷിക്കുന്നത്? എൻ്റെ പേരക്കുട്ടി, അല്ലെ, ഇവളെ എന്ത് ചെയ്യണം, അങ്ങൊന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണമെന്ന് ആരോട് അർത്ഥിക്കുകയാണ്? ബഷീറിനോട് വിഷ്ണുനാരായണ നമ്പൂതിരി അർത്ഥിക്കുകയാണ് കേട്ടോ. തൊട്ടനുഗ്രഹിച്ചാലും, അല്ലെ, കുഴിയാനയിലാടിൽ അണ്ടകോടിയിൽ സ്നേഹപ്പൊരുൾ തേടിന കയ്യാൽ താങ്കളൻ കിടാവിനെ എടുത്ത് മടിയിൽ ചേർത്തിരുത്തി വികൃതികൾ ഉരച്ചും കളിച്ചിരി ഉതിർത്തും 2ാം ബാല്യം ഇമ്പമായി നുണച്ചിരിക്കുമ്പോൾ ഞാൻ ചൊന്നേൻ പൈതൽ മുണ്ടിന്മേൽ അഴുക്കാക്കാം കരുതിയിരിക്കുക, അല്ലെ? പണ്ടകോടിയിൽ, അല്ലെ, കുഴിയാനയിൽ ആടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബഷീറിന്റെ കഥകളെക്കുറിച്ചാണ്, കൃതികളെക്കുറിച്ചാണ് പറഞ്ഞത്. പാത്തുമ്മയുടെ ആട്, അല്ലെ, എൻ്റെ ഉപ്പൊക്കെ ഒരു ആനയുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസക്തമായിട്ടുള്ള കൃതികളെ എന്ത് ചെയ്യുന്നു കവിതയിൽ, അല്ലെ, സൂചിപ്പിക്കുന്നു. അതേപോലെ എന്താണ് അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് എൻ്റെ കൊച്ചിൻ്റെ മടിയിൽ വെച്ച് ഇങ്ങനെ, അല്ലെ, താലോലിക്കുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തി എന്താണ്
ആ കുട്ടി എന്ത് ചെയ്യും? മുണ്ടിൽ അഴുക്കാക്കും എന്ന് പറയാണ് അല്ലെ. അപ്പൊ ഉറക്കെ ചിരിച്ചുകൊണ്ട് അംഗദൻ മറുപടി. അപ്പൊ എന്താ ബഷീർ മറുപടി പറയുന്നത്? മിടുക്കത്തിയൻ മെയ്യിൽ തളിച്ചോട്ടേ തീർത്ഥം അല്ലെ. ഉണ്ണിമൂത്രം പുണ്യാഹം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ മിടുക്കുകൂട്ടി മൂത്രം ഒഴിച്ചാലോ അതൊന്നും കുഴപ്പമില്ല, അത് തീർത്ഥമാണ് അല്ലെ. അതൊരു തീർത്ഥം പോലെയാണ് കുഞ്ഞുങ്ങളുടെ അല്ലെ, പുണ്യ തീർത്ഥമായിട്ടാണ് കുഞ്ഞുങ്ങളുടെ മൂത്രത്തെ കാണുന്നതെന്നൊക്കെയുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാണ് അദ്ദേഹം അതിനെ പറയാൻ കേട്ടോ. ഒന്നോടൊന്ന് ചേരുമ്പോൾ രണ്ടാകും എന്നതേ ന്യായം അല്ലെ. 1+1 = എന്താണ്? 2 എന്നുള്ളതാണ് ന്യായം അല്ലെ. ന്യായം അതാണ്. പക്ഷേ എന്താണ്? ഹിന്ദുവും മുസൽമാനും ആചരിപ്പതി ദ്വൈതം അല്ലെ. പക്ഷെ ഹിന്ദു മുസൽമാനൊക്കെ എന്താണ് ഈ ആചരിക്കുന്നത്? ദ്വൈതമാണെന്ന് പറയുന്നു. ഉണ്മയിൽ ഉണ്മ ചേർന്നാൽ ഇമ്മിണി വലുതായിട്ടൊന്നുളവാകും. താങ്കൾ ഓരുമി അദ്വൈതത്താൽ പുഴയും ചേർന്ന് ആനന്ദക്കടലാകും. കലയങ്ങതൻ കണ്ണിൽ നർമ്മമായി തിളങ്ങുന്നു അല്ലെ. അപ്പൊ എന്താ പറയുന്നത്? നമ്മൾ ഹിന്ദു മുസൽമാനും ഒക്കെ വേറിട്ട് ജീവിക്കുന്ന ഈ കാലത്ത് അല്ലെ, നമ്മൾ എങ്ങനെ കാണണം? ബഷീർ പറഞ്ഞതുപോലെ ഒന്നിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ വലുതാകും അല്ലെ. എല്ലാ ആളുകളും ചേരുമ്പോൾ എന്താണ്? കുറച്ചുകൂടെ ദൃഢമായി ശക്തിയുള്ള ഒരു ബന്ധമാണ് ഉണ്ടാവുക എന്നാണ് ബഷീർ തൻ്റെ കൃതികളിലൂടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അത് വിഷ്ണുനാരായണ നമ്പൂതിരി എന്ത് ചെയ്യാണ്? ഇവിടെ കോട്ട് ചെയ്ത് പറയാണ് അല്ലെ. എന്ത് പറയുന്നു? കല അങ്ങയുടെ കണ്ണുകളിലെ അദ്ദേഹത്തിന്റെ സർഗഭാവന ഒക്കെ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നർമ്മമായിട്ട് തിളങ്ങുകയാണ് എന്ന് കവി എന്ത് ചെയ്യാണ്? പറയാണ്. ക്ലിയർ ആണോ മക്കൾക്ക്? മനസ്സിലായോ? അപ്പോൾ ബഷീറിനെ വിഷ്ണുനാരായണ നമ്പൂതിരി എന്ന് പറയുന്ന സാഹിത്യകാരൻ NN കക്കാട് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നതാണ് നമ്മളുടെ പാഠസന്ദർഭം കേട്ടോ. അപ്പോൾ ആ സന്ദർഭത്തിൽ തൻ്റെ കൊച്ചുമകളെ എന്ത് ചെയ്യാണ്? അനുഗ്രഹിക്കാൻ വേണ്ടിയും അവളെ എടുത്തൊന്ന് മടിയിൽ വെക്കാനൊക്കെ വേണ്ടി ആര് പറയാണ്? വിഷ്ണുനാരായണ നമ്പൂതിരി അല്ലെ ബഷീറിനോട് പറയുകയും അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നു? മനുഷ്യത്വത്തെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യാണ്? പിന്നീട് കവിതയിൽ കവി അല്ലെ വിഷ്ണുനാരായണ നമ്പൂതിരി എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കവിതയല്ലേ. ഷഡബടേന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ലേ. അപ്പം അത്ര എളുപ്പമുള്ളൊരു കവിതയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട അല്ലേ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്ന ഒരു പാഠഭാഗം കൂടെയാണ് കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് മലയാളം ഫസ്റ്റിലൊക്കെ ചില പാഠങ്ങളൊക്കെ ചിലപ്പോൾ അല്ലേ ഒന്നുകൂടെ പഠിക്കണം എന്നൊക്കെ തോന്നുന്ന ചില പാഠങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ പാഠങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ കമൻറ്റ് ചെയ്യണം. ടീച്ചർ അതിങ്ങനെ വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം മക്കൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അടിപൊളിയായിട്ടിരിക്കുക, സൂപ്പറായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. പഠിച്ചാലേ 9ാം ക്ലാസ്സിലേക്ക് ജയിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഓർമ്മയുണ്ടാവണം. എല്ലാ വിഷയങ്ങളും അല്ലേ ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അതൊക്കെ പഠിച്ച് തുടങ്ങണം. ഓക്കെ, അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ. ബൈ.